നമസ്കാരം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ആഗ്രഹിച്ചുകൊണ്ട് കീമിന്റെ എക്സാമിനേഷൻ എഴുതുകയും എന്നാൽ പ്രതീക്ഷിച്ചത്ര റാങ്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ചില വിദ്യാർത്ഥികളെങ്കിലുമുണ്ട്. കീം എക്സാമിനേഷനിൽ ഹയർ റാങ്കുകൾ വാങ്ങുക എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത് റാങ്ക് കുറഞ്ഞു പോയി അതുകൊണ്ട് ഇഷ്ടമുള്ള കോളേജ് കിട്ടുമോ, ഇഷ്ടമുള്ള ബ്രാഞ്ച് കിട്ടുമോ, ഇനി എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത് എന്നുള്ള നിരന്തരമായ കൺഫ്യൂഷൻസ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കൺസേൺസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് us understand this thing primarily. കീം എക്സാമിനേഷൻ എഴുതിയ എല്ലാവർക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കാൻ ഇന്ന് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സീറ്റ്സ് എന്ന് പറയുന്നത് 49,600+ സീറ്റുകളാണ്. അതിൽ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമുക്ക് ഏതാണ്ട് 4,050 സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ഒരു വർഷം കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് അധികമാണ്. Therefore, let us accept the reality. Everybody who is aspiring for engineering cannot do their studies in government engineering colleges in Kerala. പക്ഷേ ഓൺ ദി അതർ സൈഡ് നമുക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളും കോളേജുകളും ഒക്കെ ഇന്ന് നിലവിലുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ റാങ്ക് കുറഞ്ഞു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നോബഡി ഷുഡ് ബി ഗെറ്റിംഗ് ഡിസപ്പോയിന്റഡ്. ഇൻസ്റ്റെഡ് ലെറ്റ് us look for alternatives. എന്താണ് പോസിബിലിറ്റീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 49,600-ലധികമാണ്. അതിൽ ഗവൺമെന്റ് കോളേജുകൾ 9 എണ്ണമാണ്, 4,050ഓളം സീറ്റുകൾ വരും. എയ്ഡഡ് കോളേജുകൾ 3 എണ്ണമുണ്ട്, 2,240 സീറ്റുകൾ വരും. നമുക്കത് കൂടാതെ കുഫോസ്, IHRD, കേപ്പ്, LBS, KSRTC, CPAS തുടങ്ങി ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുണ്ട്. അതുകൂടാതെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ നമുക്ക് 35,000-ലധികം സീറ്റുകളാണ് നിലവിലുള്ളത്. അതായത് പെർ ഇയർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് കേരളത്തിൽ 49,600+ എഞ്ചിനീയറിംഗ് സീറ്റുകളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റാങ്ക് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഏതാണ്ട് ഒരു 51,000, 52,000 ഒക്കെയാണ്. ഇതിൽ തന്നെ റാങ്ക് ചെയ്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളും കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നില്ല, മറിച്ച് മറ്റു പല കോഴ്സിനുമായിട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി റാങ്ക് ചെയ്യപ്പെട്ട കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സീറ്റുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡിയർ സ്റ്റുഡൻസ്, അതുകൊണ്ട് കീം റാങ്ക് അല്പം കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടതില്ല. എന്താണ് പോസിബിൾ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ്. വി ഹാവ് ഓപ്ഷൻസ് അവൈലബിൾ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, യു ആർ പുട്ട് ഇൻ യുവർ എഫർട്ട്. നിങ്ങൾ പരീക്ഷ നന്നായിട്ട് എഴുതി നിങ്ങൾക്ക് വന്ന റാങ്ക് ഏതാണോ അതിൽ വെച്ചുകൊണ്ട് ഇനി ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള 4 വർഷം കൊണ്ട് വി ക്യാൻ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. നമ്മുടെ റാങ്കിന് അനുസരിച്ചിട്ടുള്ള കോളേജുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ നമുക്ക് BTech കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം ഹയർ സ്റ്റഡീസിലേക്കായിട്ട് MTech, MBA തുടങ്ങി ഇന്ത്യയിൽ IITs, NITസിലോ അല്ലെങ്കിൽ വിദേശത്തോ ഒക്കെ MS പോകാനോ MBAക്ക് പോകാനോ ഒക്കെ നമുക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ റാങ്കിന്റെ പ്രത്യേകത ഇത്ര മാത്രമേ ഉള്ളൂ. The current rank is to be considered for getting admission to engineering in Kerala, and thereafter we will plan our future appropriately. നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസ് പ്രധാനപ്പെട്ടത് തന്നെയാണ് എങ്കിൽ പോലും what makes you great is your actions from now. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കണമെങ്കിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫീസ് സ്ട്രക്ചറാണ്. നമ്മുടെ ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജുകളിൽ വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ പെർ ഇയർ less than 9,000 rupees. അതേസമയം ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലാണെങ്കിൽ IHRD, കേപ്പ് മുതലായിട്ടുള്ള കോളേജുകളിലാണെങ്കിൽ ഈ ഫീസ് വരുന്നത്, ലോവർ ഫീസ് വരുന്നത് ഏതാണ്ട് 40,000-നും 45,000-നും ഇടയ്ക്കൊക്കെ വരും. അതിന്റെ തന്നെ ഹയർ ഫീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 70,000 മുതൽ 80,000 രൂപ വരെയൊക്കെ വരാം. ഇനി ഫീസ് സ്ട്രക്ചർ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് വന്നാൽ 75,000 രൂപ വരെ ആയിരിക്കും നമുക്ക് മെറിറ്റ് അലോട്ട്മെന്റ് വന്നാൽ. ഇത് തന്നെ മാനേജ്മെന്റ് കോട്ടയിലെ ഫീസ് വന്നാൽ 1,24,000 വരെ ഒക്കെ വരാം. NRI കോട്ടയിൽ അഡ്മിഷൻ ആണെങ്കിൽ ഈ ഫീസ് സ്ട്രക്ചർ കുറച്ചുകൂടി കൂടുതലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ റാങ്ക് കുറവ് കൊണ്ട് നമുക്ക് ഗവൺമെന്റ് കോളേജുകൾക്ക് പകരം സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്കോ മറ്റോ അഡ്മിഷൻ എടുക്കേണ്ടി വരുമ്പോൾ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഹയർ ഫീസാണ്. പക്ഷേ ഫിനാൻഷ്യൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റുകൾ ഇപ്പോൾ വിദ്യാലക്ഷ്മി പോലുള്ള ബാങ്ക് എഡ്യൂക്കേഷണൽ ലോൺ സ്കീമുകൾ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഇനി കീമിന്റെ റാങ്ക് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട പ്രൊസീജിയറിലേക്ക് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പ്രയോറിറ്റി വൈസ് ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, ഫോർ എക്സാമ്പിൾ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഏതാണോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആ പ്രയോറിറ്റീസ് അനുസരിച്ച് ലിസ്റ്റ് ഓഫ് കോഴ്സസ് ആദ്യം തയ്യാറാക്കുക. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. അതിൽ നമ്മുടെ റാങ്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല, മറിച്ച് നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള കോളേജ്, നമുക്ക് നല്ല റാങ്ക് കിട്ടുമായിരുന്നെങ്കിൽ ഏത് കോളേജാണോ ഏറ്റവും നന്നായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുക അതുപോലെ ഒരു കോളേജിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. പലപ്പോഴും സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീം റാങ്കിന് അനുസരിച്ചിട്ട് ഏത് കോളേജാണോ കിട്ടാൻ സാധ്യത അത് മാത്രം ഓപ്ഷൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കോളേജിൽ ഫസ്റ്റ് പ്രയോറിറ്റി ബ്രാഞ്ച് തന്നെ വെച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത് പോകണം. ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാവുള്ളൂ. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഹയർ കോളേജിലേക്ക് കിട്ടാനുള്ള ഒരു സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. നമ്മുടെ റാങ്കിന് അനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ ഒക്കെ പ്രയോറിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം കോളേജിന്റെ റാങ്കിംഗ് നോക്കുക, റേറ്റിംഗ് നോക്കുക.
പ്ലേസ്മെന്റ്സ് നോക്കുക, പലപ്പോഴും പ്രോക്സിമിറ്റി ടു അവർ ഹോം അതുകൂടി നോക്കുക. ഇങ്ങനെ വെച്ചിട്ട് വേണം ആ പ്രയോറിറ്റി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു പ്രയോറിറ്റി പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കാവുള്ളൂ. ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് അലോട്ട്മെന്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഈ ഓപ്ഷൻസ് കൊടുക്കുക. ഇനി നമ്മുടെ റാങ്ക് അനുസരിച്ച് നമുക്ക് ഗവൺമെന്റ് സീറ്റുകൾ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റുകൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടാൻ സാധ്യതയില്ല, അതിപ്പോൾ ഗവൺമെന്റ് കോളേജിലായാലും പ്രൈവറ്റ് കോളേജിലായാലും എന്ന് തോന്നുകയാണ് എങ്കിൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്കുള്ള നമ്മുടെ സീറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അതായത് കോളേജുകൾ സ്വീകരിക്കുന്നുണ്ട്. ഓരോ കോളേജിലേക്കും പ്രത്യേകമായി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം മാനേജ്മെന്റ് സീറ്റ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റുകൾ, മാനേജ്മെന്റ് സീറ്റുകൾ, അതോടൊപ്പം തന്നെ NRI സീറ്റുകൾ കൂടി ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കണം. അതായത് 3 രീതിയിലുള്ള അഡ്മിഷൻ ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നു. 1 CEയുടെ കീം അലോട്ട്മെന്റ് വഴിയുള്ള മെറിറ്റ് സീറ്റിലേക്ക്, 2 മാനേജ്മെന്റ് സീറ്റിലേക്ക് അതായത് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ, 3 NRI കോട്ട സീറ്റുകളിലേക്ക്. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നമുക്ക് അഡ്മിഷൻ കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ക്ലാസുകൾ തുടങ്ങുമ്പോൾ Day 1 മുതൽ അവർ എഫേർട്ട് ഹാസ് ടു ബി വെരി പ്രോപ്പർലി ഡൺ. ഇനിയുള്ള 4 വർഷത്തേക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ 4ാമത്തെ വർഷം നമുക്ക് ജോലി കിട്ടുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനി നമ്മൾ പഠിക്കുന്ന ഈ 4 വർഷത്തിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ജോലിയേക്കാൾ വലിയ ജോലിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിനും മാർഗമുണ്ട്. 2ാമത്തെ വർഷം മുതൽ പ്രിപ്പറേഷൻ തുടങ്ങുക. MTech പഠിക്കുന്നതിനോ MBA പഠിക്കുന്നതിനോ മറ്റ് നല്ല കോഴ്സുകൾ പഠിക്കുന്നതിനോ, അതും നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് 2ാമത്തെ വർഷം തുടങ്ങുക. അതായത് BTech നമ്മൾ സ്റ്റേറ്റ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്നു ബിക്കോസ് ഓഫ് അവർ കൺസ്ട്രെയിൻസ്. പക്ഷേ MTech അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ളത് ഇന്റർനാഷണൽ ലെവലിലോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് MTech എടുക്കുന്നു. അതായത് BTech ഓർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് നമ്മൾ സ്റ്റേറ്റ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്നു. പക്ഷേ നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് MTech MBA ഏതായാലും നമ്മൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ നാഷണൽ ലെവലിൽ IITs IIMs തുടങ്ങിയ നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് ഡിഗ്രി എടുക്കുന്നതിന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അതായത് ഇൻ എ നട്ട്ഷെൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ റാങ്ക് അനുസരിച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാമ്പസോ ബ്രാഞ്ചോ ഒന്നുമല്ല നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. മറിച്ച് നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻ, വാട്ട് വി ഹാവ് ടു പ്ലാൻ ഈസ് ഗോയിങ് ടു ഡിസൈഡ് അവർ ഫ്യൂച്ചർ. Please understand this very clearly. If you have the right determination, right focus, nothing can stop you from winning. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടേക്ക് ഇറ്റ് ഫ്രം മീ, ഒരു ജോലി BTechന് ശേഷം എന്നുള്ളത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പഠന സമയത്ത് തന്നെ നമ്മുടെ സ്കില്ലുകൾ നമുക്ക് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് സ്കിൽ ഡെവലപ്പ് ചെയ്താൽ നല്ല ജോലികൾ ഇന്ന് പോസിബിൾ ആണ്. ക്യാമ്പസ് പ്ലേസ്മെന്റ് മാത്രമല്ല നമുക്ക് ജോലി സാധ്യതകളുള്ളത്, ധാരാളമായിട്ടുള്ള ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റുകളുണ്ട്. മറ്റു പല വഴിയിലൂടെയും നമുക്ക് പ്ലേസ്മെന്റ് സാധിക്കും. നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ജോലി ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യുക, നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്യുക. അതനുസരിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുക. നമുക്ക് ജോലി ഉറപ്പായും കിട്ടും. ക്യാമ്പസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നവരെ എങ്ങനെയാണ് ജോലി സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ നടത്തേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ജോലി കിട്ടുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എത്തിച്ചേരുന്ന നല്ല മാർഗ്ഗങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആസ് ഓഫ് നൗ, ഡോണ്ട് വറി അബൌട്ട് യുവർ ലോവർ റാങ്ക് ഓർ കറന്റ് റാങ്ക്, but be energized and decide to work systematically from day 1 onwards from the campus and accomplish all your dreams by the time you complete your studies. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യുക. അവർ എക്സ്പേർട്സ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ 48 hours. വൺസ് അഗൈൻ ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല കരിയറിൽ എത്തിച്ചേരുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.